ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കണക്കിൽ വീണ്ടും അവ്യക്തത. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ GST ഇൻവോയ്സിൽ നൽകിയ കണക്കും ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്ന കണക്കും ദേവസ്വം കമ്മീഷണർ തരുന്ന കണക്കും തമ്മിൽ പൊരുത്തക്കേട്. ഊരാളുങ്കൽ GST ഇൻവോയ്സിൽ ആകെ ചെലവായ തുക 7.11 കോടി. എന്നാൽ 6.32 കോടി രൂപയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. 4.5 കോടി എന്നാണ് ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി സമർപ്പിച്ച GST ഇൻവോയ്സ് 24 കിട്ടി. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ഉമേഷ്, പറയും. ഗുഡ് മോർണിംഗ് എക്സൻ. ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട എത്ര രൂപ ചെലവായി എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തമായ കണക്ക് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം അവ്യക്തത പരത്തുന്നതാണ്. നേരത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞത് ആകെ ചെലവ് എന്ന് പറയുന്നത് 6,32,00,000 രൂപയാണ് എന്നായിരുന്നു. അതിനുശേഷമാണ് PS പ്രശാന്ത് അടക്കമുള്ള ഒരു FB പോസ്റ്റിലിട്ടത്. അതുപ്രകാരം ദേവസ്വം കമ്മീഷണർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ആകെ ചെലവെന്ന് പറയുന്നത് 4,50,00,000 രൂപയാണെന്ന്. അപ്പോൾ തന്നെ കണക്കിൽ അവ്യക്തതയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബർ മാസത്തിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി GST ഫയൽ ചെയ്തപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന കണക്ക്, ആ കണക്ക് പ്രകാരം ആകെ ചെലവെന്ന് പറയുന്നത് 7,11,00,000 രൂപ ആകെ ചെലവായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 3 വ്യത്യസ്തമായ കണക്കുകൾ. ഈ കണക്കുകളിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. എന്തായാലും GST ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട GST കണക്കിൽ പറയുന്നത് ആകെ ചെലവായത് 6,02,00,000 രൂപ. അതുകൂടാതെ സ്റ്റേറ്റ് GST 54,00,000 രൂപ, സെൻട്രൽ GST 54,00,000 രൂപ. ഇങ്ങനെയാണ് 7,11,00,000 രൂപ ആകെ ചെലവായതായി ഊരാളുങ്കൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ കാണുന്നത്. എന്തായാലും ഇതിൽ എത്ര രൂപ ചെലവായി എന്നുള്ളത് അറിയേണ്ട ആവശ്യം വിശ്വാസികൾക്കുണ്ട്, ഒപ്പം പൊതുജനങ്ങൾക്കുണ്ട്. കാരണം പൊതുജനങ്ങളുടെ ഫണ്ട് കൂടി എടുത്തിട്ടാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത്. പൂർണ്ണമായി സ്പോൺസർഷിപ്പിൽ ഫണ്ട് ലഭിച്ചു എന്ന് പറയുമ്പോഴും ആ കണക്കിലും അവ്യക്തത തുടരുകയാണ്. കാരണം 3 കോടി രൂപയാണ് സ്പോൺസർഷിപ്പിൽ ലഭിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത തുക തിരികെ അടച്ചെന്നുമായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. എന്നാൽ ഇനിയും 1 കോടി രൂപ കൂടി കിട്ടാനുണ്ട് എന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. ഇപ്പോഴും ഈ കണക്കിലെ അവ്യക്തത, അതിൽ കൃത്യമായ മറുപടി പറയേണ്ടത്. എന്തായാലും നാളെയാണ് നിർണായക യോഗം. ആ നിർണായക യോഗത്തിൽ ഊരാളുങ്കൽ അവരുടെ കണക്ക് സമർപ്പിക്കും. ഓഡിറ്റിംഗിൽ കണ്ടെത്തിയ കണക്ക് സമർപ്പിക്കും. ദേവസ്വം ബോർഡിലുള്ള കണക്ക് സമർപ്പിക്കും. ഈ 3 കണക്കും കൂടി ടാലി ചെയ്ത് നാളെ ഒരു തീരുമാനത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. SKN. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.